ഹലോ ഫ്രണ്ട്സ്, ഈ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിലെല്ലാവരുടെയും അടഞ്ഞു കൂടി കിടക്കുന്ന കുറേയധികം നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് കേട്ടോ. മേ ബി ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അത് ചെയ്ത് തുടങ്ങുമ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളും അവരുടെ മുന്നിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സും അവരുടെ ഇൻസെക്യൂരിറ്റീസും ഒക്കെ അവരെ ഇങ്ങനെ മൈൻഡിൽ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ കൂടെയാണിത് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പാസ്റ്റിൽ ചിലപ്പോൾ മേ ബി ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയേക്കാം, ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നമ്മളിപ്പോഴും അത് ആലോചിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നിട്ടുള്ള സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ ആലോചിച്ച് ഇപ്പോഴും നമ്മൾ അതിനെ പേരിൽ വ്യാവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ മേ ബി ആ പാസ്റ്റിലെ സംഭവങ്ങൾ ഓർക്കുമ്പോൾ നമ്മളോടും മറ്റുള്ളവരോടും ഒക്കെ ദേഷ്യം തോന്നുന്നുണ്ടാവാം. ഇനി അതല്ല, നമുക്ക് പലരോടും വാശി ഉണ്ടാവാം, അസൂയ ഉണ്ടാവാം, പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് നമുക്ക് മറ്റുള്ളവർ കാരണം നമ്മുടെ മേലെ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കാരണം തന്നെ നമുക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാം. ഇതൊക്കെയും കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ നമുക്കത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനും അതിലോട്ട് വർക്ക് ചെയ്യാനും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ. അപ്പം ഈ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് റിമൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് എന്നാൽ മാത്രമാണ് നമ്മുടെ ഡ്രീംസിനാണെങ്കിലും ഗോൾസിനാണെങ്കിലും നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതിലോട്ട് ഫോക്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മനസ്സിൽ ഈ പാസ്റ്റിലെ മുറിവുകളും ലിമിറ്റിംഗ് ബിലീഫും ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസും മറ്റുള്ളവരോടാണെങ്കിലും നമ്മളോടാണെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ കിടക്കും തോറും നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും കൂടുതലായിട്ട് പിന്നെ നമുക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് അതിൽ നിങ്ങൾ എല്ലാ ഇമോഷൻസും, അതായത് നിങ്ങൾക്ക് ഓർത്ത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന നിങ്ങളെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് അത് എഴുതുക. ചിലപ്പോൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ദേഷ്യമായിരിക്കാം, വാശിയായിരിക്കാം, അസൂയയായിരിക്കാം, നിങ്ങൾക്ക് അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കാനുള്ള പ്രവണതയായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ അവരെ നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള കുറേയധികം ഡയലോഗ്സ് ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതാം. ആ ഫീലിങ്ങോട് കൂടെ തന്നെ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിൽ ആ ഫീലിംഗ് അതിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എഴുതുക, നിങ്ങൾക്ക് സങ്കടമാണ് വരണതെങ്കിൽ അത് അതിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എഴുതുക, വാശിയാണെന്നുണ്ടെങ്കിലും അതെന്താണോ ആ ഫീലിംഗ് അങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളത് എഴുതുക. അപ്പോൾ ചിലപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മേ ബി ആദ്യം എഴുതുമ്പോൾ ഓർത്തെടുക്കുമ്പോൾ ചിലപ്പോൾ മേ ബി ഒന്നും എഴുതാൻ കിട്ടുന്നുണ്ടാവില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഓരോ രീതിയിൽ ഓർമ്മ വരുമ്പോൾ എഴുതിയാൽ മതിയാവും. ഇനി അതല്ല, ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞു തുടങ്ങി നിർത്താൻ പറ്റാത്ത അത്രയ്ക്കും കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാ കണികകളും ഓർത്തെടുത്ത് എല്ലാം നിങ്ങൾ എഴുതാം. ചിലപ്പോൾ ഒരാളോട് നേരിട്ട് കണ്ട് പറയണം എന്നുള്ള കുറേയധികം ഡയലോഗ്സും ദേഷ്യവും വാശിയും ഒക്കെ ആയിരിക്കും, അത് എഴുതുക. നിങ്ങളോട് തന്നെ ഉള്ളതായിരിക്കാം, അത് എഴുതുക. പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം, അനുഭവങ്ങളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, അതൊക്കെ എഴുതുക. അത് കാരണം നിങ്ങളെ അത് ഇപ്പോൾ എഫക്റ്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ അതും എഴുതാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ സമയമെടുത്ത് ആലോചിച്ച് നന്നായിട്ട് അതിലോട്ട് എഴുതുക കേട്ടോ. ഇത് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര ഒരു ഭാരം പോലെയൊക്കെ തോന്നിയേക്കാം. അതായത് വളരെയധികം ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരാം, മേ ബി നിങ്ങൾക്ക് കരച്ചിലൊക്കെ വരാം. ബട്ട് അത് വന്നോട്ടെ, അത് കുഴപ്പമുള്ള കാര്യമല്ല. എന്ത് ഇമോഷൻസ് ആണോ അത് എക്സ്പ്രസ് ചെയ്യുക. അതും ഇനി അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് അത് എക്സ്പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ആരും ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ പോയിരുന്ന് നിങ്ങൾ റിലാക്സ് ചെയ്ത് നിങ്ങൾ മാത്രമുള്ള സമയത്ത് എഴുതിയാൽ മതിയാവും കേട്ടോ. നിങ്ങൾ കുറച്ചൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇത് എഴുതാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു തീപ്പെട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് ഈ പേപ്പർ കത്തിച്ച് കളയുക.
അപ്പോൾ ഇത് കത്തിച്ച് കളയുമ്പം ആ പുക ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴും അതിങ്ങനെ കത്തി ആ ചാരമായിട്ട് ഇങ്ങനെ മാറുമ്പോഴൊക്കെയും തന്നെ നിങ്ങൾ ഈ ഇമോഷൻസ് എല്ലാം തന്നെ നിങ്ങളുടെ ബോഡിയിൽ നിന്നും നിങ്ങളുടെ മൈൻഡിൽ നിന്നും നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ബോഡിയിൽ നിന്നൊക്കെയും തന്നെ അതിങ്ങനെ വാനിഷ് ആയിട്ട് പോകുന്ന പോലെ നിങ്ങൾ മൈൻഡിൽ കാണുക കേട്ടോ, വിഷ്വലൈസ് ചെയ്യുക. ആ കറുത്ത പുക ഇങ്ങനെ പോകുന്നത് ഫുള്ളും നിങ്ങളുടെ ഉള്ള നെഗറ്റിവിറ്റി എല്ലാം തന്നെ അങ്ങനെ വാനിഷ് ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കാണാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു റിലാക്സേഷനൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ചില സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇത് ഫീൽ ചെയ്യില്ല. അപ്പം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ആ ഒരു ഫീല്, നല്ലൊരു ഹാപ്പി ഫീൽ, നിങ്ങളുടെ എല്ലാം ഇറക്കി വെച്ചു എന്നൊരു ഫീൽ വരുന്നത്, അതുവരെ നിങ്ങൾക്കിത് ഇടവിട്ട് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ എന്തായാലും നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കായിട്ടാണ് ഇതിനെ പറയപ്പെടുന്നത് കേട്ടോ. അപ്പം ഒന്നുമില്ല, ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, നിങ്ങളുടെ എല്ലാ ഇമോഷൻസും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതുക. ദെൻ അത് കത്തിച്ച് കളയുക. ഒരിക്കലും ആ നെഗറ്റീവ്സ് എഴുതിയത് പിന്നീടും ഇരുന്ന് വായിക്കരുത് കേട്ടോ. അത് ഒരു ടൈം എഴുതി കഴിഞ്ഞാൽ ഓക്കെ, പിന്നീട് അത് കത്തിച്ച് കളയുക. അല്ലാതെ വീണ്ടും അത് എടുത്തു വെക്കുക അല്ലെങ്കിൽ അത് വീണ്ടും വായിക്കുക, അങ്ങനൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് അതിനെ കത്തിച്ച് കളയുക. ആ കത്തിച്ച് കളയുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കറുത്ത പുക ഇങ്ങനെ പോകുന്നത് നമ്മുടെ നെഗറ്റിവിറ്റി വാനിഷ് ആയിട്ട് പോകുന്ന പോലെ, നമ്മളിൽ നിന്ന് വാനിഷ് ആയിട്ട് പോകുന്ന പോലെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇത്ര മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് മേ ബി ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ട്, ഒരുപാട് ഫീലിങ്സ് ആണ് ഉള്ളതെങ്കിൽ മേ ബി ഫസ്റ്റിൽ തന്നെ അത് പോയിക്കൊള്ളണമെന്നില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ടെക്നിക്ക് നിങ്ങൾ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ഇവിടെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ടാണ്. നമുക്ക് ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ ഇതിൽ മെയിനായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അതേപോലെ മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷനും ആവുന്ന കാര്യമാണ്. സോ നിങ്ങൾ അതുകൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് അയച്ചും കൂടെ കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.